ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡയറ്റ് പ്രത്യേകിച്ച് ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടൊരു മാജിക്കൽ ഡയറ്റ് ഒന്നുമില്ല, പക്ഷേ മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഗുണകരമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. സോ ലൈക്ക് ഇനി പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ബേക്കൺ, സോസേജ് അങ്ങനെയുള്ളവയുടെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ഫ്രൂട്ട് ജ്യൂസുകൾ, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്ക്സ്, അതുപോലെ കാർബണേറ്റഡ് ജ്യൂസുകൾ ഇവയും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ നല്ല സ്രോതസ്സുകളായ തവിടോട് കൂടിയ ആഹാരം, അതുപോലെ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ലീൻ മീറ്റിൻ്റെ സ്രോതസ്സുകളായ ചിക്കൻ, അതുപോലെ ഫിഷ്, മുട്ടയുടെ മിതമായ ഉപയോഗം ഇവയും നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ നല്ല സോഴ്സുകളായിട്ടുള്ള സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ് തുടങ്ങിയവയും മിതമായ അളവിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നട്ട്സ്, വാൾനട്ട്സ്, ബദാം, കാഷ്യൂ, പീനട്ട്സ് ഇവയെല്ലാം മിതമായിട്ടുള്ള രീതിയിൽ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കോഫിയുടെ ഉപയോഗം 2 or 3 കപ്സിൽ കൂടാതിരിക്കാനും ശ്രദ്ധിക്കുക.